കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷേപ്പുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇത്തവണ ആ ഷേപ്പുകളുടെ സൈഡ്സും അതിൻ്റെ കോർണേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇത്തവണ പറയാൻ പോകുന്നത്. ആദ്യമായി നമുക്കൊരു സ്ക്വയർ ഷേപ്പിൻ്റെ സൈഡ്സും കോർണേഴ്സും പറയാം. അതായത് സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന വശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈഡ് എന്ന് പറയുന്നത്. ഇത് നാലും നമുക്ക് എന്താണ്, സൈഡാണ്. ഇനി നമ്മൾ ഈ കോർണേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന മൂലകളെയാണ് നമ്മൾ കോർണേഴ്സ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഈ ഒരു സ്ക്വയറിന് നമുക്ക് 4 സൈഡുകളും 4 കോർണറുകളും ഉണ്ട്. അതായത് a square has 4 sides and 4 corners. All 4 sides are equal in length. അതായത് ഇതിൻ്റെ ലെങ്ത് എല്ലാം ഈക്വലായിരിക്കും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇതിന് നേരത്തെ പോലെ തന്നെ 4 കോർണേഴ്സുകളും 4 സൈഡ്സുകളുമാണ് ഉള്ളത്. എ റെക്റ്റാങ്കിൾ ഹാസ് 4 sides and 4 corners. 2 sides are long. അതായത് 2 സൈഡുകൾ ലോങ്ങും 2 sides are short. 2 സൈഡുകൾ ഷോർട്ടും ആയിരിക്കും. ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ സൈഡും കോർണേഴ്സും വരുന്നത്. അടുത്തത് സർക്കിളാണ്. സർക്കിളിന് കർവ്ഡ് സൈഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എ സർക്കിൾ ഹാസ് എ നോ സൈഡ് ആൻഡ് നോ കോർണേഴ്സ്. അതിന് സൈഡുകളും വരുന്നില്ല, കോർണേഴ്സും വരുന്നില്ല. അതെന്താണ്? അത് കർവ് സൈഡാണ് വരുന്നത് അതിന്. അടുത്തതായിട്ട് എന്താണ്? ട്രയാങ്കിളാണ്. ട്രയാങ്കിളിന് 3 സൈഡും 3 കോർണറുകളുമാണ് വരുന്നത്. എ ട്രയാങ്കിൾ ഹാസ് 3 sides and 3 corners. അടുത്തതായിട്ട് ഓവലാണ്. അതിനകത്ത് 1 കർവ്ഡ് സൈഡ് മാത്രമാണ് നമുക്ക് വരുന്നത്. 1 കർവ്ഡ് സൈഡ് മാത്രമാണ് വരുന്നത്. ആൻ ഓവൽ ഹാസ് 1 സൈഡ്. അത് കർവ്ഡ് ആണ് ആൻഡ് നോ കോർണേഴ്സ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് സെമി സർക്കിളാണ്. സെമി സർക്കിളിനകത്ത് 2 സൈഡും 2 കോർണേഴ്സുമാണ് വരുന്നത്. എ സെമി സർക്കിൾ ഹാസ് 2 സൈഡ്. അതിലേതൊക്കെയാണ്? 1 സൈഡ് കർവ്ഡ് സൈഡും 1 സൈഡ് സ്ട്രെയിറ്റ് സൈഡുമാണ് ആൻഡ് 2 കോർണേഴ്സ്. താങ്ക് യു.